നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാമത്തെ അധ്യായം, ശ്ലോകം 9 മുതൽ 13 വരെ വായിക്കാം. നൂനം വിമുഷ്ടമതയസ്തവ മായയാ തേ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപകതരും ഗുണപോപഭോഗ്യ ഇച്ഛന്തി യത് സ്പർശജം നിരയേ അഭിനൃണാം. യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപദ്മാ ധ്യാനാത് ഭവജ്ജന കഥാശ്രവണേന വാ സ്യാത്. സാ ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിം ത്വം തകാസി ലുളിതാത് പതതാം വിമാനാത്. ഭക്തിം മുഹുഃ പ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാത് അനന്തമഹതാമമലാശ്രയാനാം യേനാഞ്ജസോൽപണമുരുഭ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം യേച്ഛാന്നതഃ സുതസുഹൃദ് ഗൃഹവിത്തധാരാः യേ ത്വജ്ജനാഭവദീയപദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാः. തിര്യത്നഗദ്വിജസരീസൃപദേവദൈത്യ മർത്യാദിഭിഃ പരിചിതം സദസദ്വിശേഷം രൂപം സ്തവിഷ്ടമജതേ മഹതാദ്യനേകം നാതഃ പരം പരമവേദ്മി ന യത്ര വാദഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 9. ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന്യൂനം വിമുഷ്ടമതയസ്തവ മായയാ തേ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപതരും ഗുണഭോപഭോഗ്യ നിച്ഛന്തി സ്പർശജം നിരേപി ന്യൂനാം. വിവർത്തനം. ഈ ശരീരമാകുന്ന തോൽ സഞ്ചിയുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അങ്ങയെ വെറുതെ ആരാധിക്കുന്നവർ തീർച്ചയായും അങ്ങയുടെ മായാശക്തിയുടെ സ്വാധീനത്തിലാണ്. ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന കൽപ്പവൃക്ഷവും ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാരണവുമായ അങ്ങ് പൂർണ്ണമായി ഉണ്ടായിട്ടും എന്നെ പോലുള്ള വിഡ്ഢികൾ നരകീയാവസ്ഥകളിൽ ജീവിക്കുന്നവർക്ക് പോലും ലഭിക്കുന്ന ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അങ്ങയുടെ അനുഗ്രഹം കാക്ഷിക്കുന്നു. ശ്ലോകം 10. സാ ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിം ത്വം തകാസി ലുളിതാത് പതതാം വിമാനാത്. വിവർത്തനം. എന്റെ ഭഗവാനെ, അങ്ങയുടെ പാദപങ്കജങ്ങളുടെ ധ്യാനത്തിൽ നിന്നും പരിശുദ്ധ ഭക്തന്മാരിൽ നിന്നുള്ള അങ്ങയുടെ മഹത്വങ്ങളും ശ്രവണത്തിൽ നിന്നും ലഭിക്കുന്ന പരിമിതരഹിതമായ അതീന്ദ്രിയ പരമാനന്ദം ഒരുവൻ നിർവ്യക്തിഗത ബ്രഹ്മത്തിൽ അലിഞ്ഞ് പരമോന്നതനുമായി ഏകീഭവിച്ചുവെന്ന് സ്വയം കരുതുന്ന ബ്രഹ്മാനന്ദ തലത്തേക്കാൾ വളരെ വളരെ ഉയരത്തിലാണ്. ബ്രഹ്മാനന്ദം പോലും ഭക്തിയുടെ സേവനത്താൽ ലഭിക്കുന്ന അതീന്ദ്രിയ
പരമാനന്ദത്തിനു മുന്നിൽ പരാജയമാകുമ്പോൾ പിന്നെ സമയത്തിന്റെ വാളാൽ അറുത്തുമാറ്റപ്പെടുന്നതും താൽക്കാലികവുമായ സ്വർഗീയ ഗ്രഹപ്രാപ്തിയുടെ ആനന്ദത്തെപ്പറ്റി എന്തു പറയാൻ? ഒരുവൻ സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടാൽ പോലും നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ താഴേക്ക് പതിക്കും. ശ്ലോകം 11. ഭക്തിം പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹതാമമലവിഷയാനാം ഏനാഞ്ജസോൽബണം വ്യസനം ഭവാബ്ദിം നേഷ്യഭദ്ഗുണഗതാമൃതപാനമത്തഃ. വിവർത്തനം. ധ്രുവ മഹാരാജാവ് തുടർന്നു: അല്ലയോ അപരിമിതനായ ഭഗവാനെ, ദയവായി എന്നെ അനുഗ്രഹിച്ചാലും അതുമൂലം എനിക്ക് ഒരു നദിയിലെ തിരമാലകൾ ഇടമുറിയാതെ പ്രവഹിക്കുന്നതുപോലെ നിരന്തരം അങ്ങയുടെ അതീന്ദ്രിയ ഭക്തിയുടെ സേവനത്തിൽ മുഴുകുന്ന അവിടുത്തെ മഹാഭക്തന്മാരുമായി സന്തതം സഹവസിക്കാൻ സാധിക്കും. അത്തരം അതീന്ദ്രിയ ഭക്തന്മാർ സമ്പൂർണമായും ജീവിതത്തിന്റെ മാലിന്യമുക്തമായ തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. ഭക്തിയുടെ സേവന പ്രക്രിയയാൽ എനിക്ക് തിളയ്ക്കുന്ന അഗ്നി പോലെ അപകടകരമായ തിരമാലകളുള്ള ഭൗതികാസ്തിത്വത്തിന്റെ അജ്ഞാന സമുദ്രം തരണം ചെയ്യാൻ കഴിയും. അങ്ങയുടെ ശാശ്വത അസ്തിത്വമുള്ള അതീന്ദ്രിയ ഗുണങ്ങളും ലീലകളും ശ്രവിക്കുവാൻ ഭ്രാന്തരായി തീർന്നിട്ടുള്ള എനിക്ക് അതിന് നിഷ്പ്രയാസം കഴിയും. ശ്ലോകം 12. സ്മരൻ യതിതരാം പ്രിയമീശമർത്യം യേ ചാനദസുതസുഹൃദ്ഗൃഹവിത്തധാരാഃ ഏതജ്ജനാദ ഭവതീയപദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ. വിവർത്തനം. അല്ലയോ പത്മനാഭനായ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലും അവയുടെ സൗരഭ്യത്തിലും സദാ ഭ്രമം കൊള്ളുന്ന ഒരു ഭക്തനുമായി ഒരു വ്യക്തിക്ക് സഹവാസം സാധ്യമായാൽ അവൻ ഭൗതികരായ ആളുകൾക്ക് വളരെ വളരെ പ്രിയങ്കരങ്ങളായ ഭൗതിക ശരീര സംബന്ധിയായ ബന്ധങ്ങൾ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഗൃഹം, ഭാര്യ തുടങ്ങിയ തീരെ പ്രതിപത്തിയില്ലാത്തവനായി തീരും. തീർച്ചയായും അവൻ അതിലൊന്നും ശ്രദ്ധിക്കുകയില്ല. ശ്ലോകം 13. പരിചിതം തദ്വിശേഷം രൂപം തദവിഷ്ടമചതേ മഹദാദ്യനേകം നാദപരം പരമവേദ്മിനയപ്രഭാവഃ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ജനിച്ചിട്ടില്ലാത്തവനും പരമോന്നതനുമായവനെ, സമഗ്രമായ ഭൗതിക ശക്തി നിമിത്തമായി ചിലപ്പോൾ ആവിഷ്കൃതങ്ങളും ചിലപ്പോൾ അനാവിഷ്കൃതങ്ങളുമായ മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, ഉരകങ്ങൾ, ദേവന്മാർ, മനുഷ്യർ തുടങ്ങി നാനാവിധങ്ങളായ ജീവസത്തകൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങയെ ഇപ്പോൾ ദർശിക്കുന്നത് പോലെ പരമോന്നതനെ ഒരിക്കൽ പോലും പരിചയിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാ രീതികളിലുമുള്ള സിദ്ധാന്തവൽക്കരണങ്ങൾക്കും അന്ത്യമായിരിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ധ്രുവ മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ്. നൂനം വിമുഷ്ടമതയസ്തവ മായയാതെ യേത്വാം ഭവാപ്യേ വിമോക്ഷണമന്യഹേതു അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യ ഇച്ഛന്തി യത് സ്പർശജം നിരയേതി നൃണ. എന്താണ് പറയുന്നത്? ഭഗവാനെ മുന്നിൽ കണ്ടിട്ടും ഭഗവാനോട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി, ആ വ്യക്തി തീർച്ചയായും മായയാൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവനാണ്. ആ വ്യക്തിക്ക് ബുദ്ധിയില്ല, ആ വ്യക്തിക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നൂനം, അത് ഉറപ്പാണ്. നൂനം വിമുഷ്ടമതയസ്തവമായയാതെ, അങ്ങയുടെ മായ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവരാണ് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾ, വീട്, ശരീരം, കുടുംബം, കുട്ടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർ വിഡ്ഢികളാണ്, അവർക്ക് ബുദ്ധിയില്ല. നൂനം വിമുഷ്ടമതയം. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി. അവരുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. നൂനം, അത് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യത്വാം ഭവാപ്യേ വിമോക്ഷണമന്യഹേതോ, അങ്ങ്
അങ്ങേക്ക് ഒരു ജീവാത്മാവിനെ, ഒരു വ്യക്തിയെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കും. മോക്ഷം നൽകാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അങ്ങേക്ക് മാത്രമേ ഒരു ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ സാധിക്കൂ, മോക്ഷം നൽകാൻ സാധിക്കൂ. മാത്രമല്ല അങ്ങേക്ക് ഒരു ജീവാത്മാവിനെ എന്ത് വേണമെങ്കിലും നൽകാൻ സാധിക്കും. അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യ. അങ്ങ് കൽപ്പവൃക്ഷത്തെ പോലെയാണ്, എന്താഗ്രഹിച്ചാലും നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഭഗവാൻ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭഗവാനോട് ഭൗതിക ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ അവർ മായയിൽപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ ധ്രുവൻ പറയുന്നത്. ധ്രുവൻ തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളത്. ആ ഭൗതിക നേട്ടങ്ങൾ നരകത്തിൽ പോലും ലഭിക്കുന്നതാണ്, നരകീയ ജീവിത രീതികളിൽ പോലും ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ധ്രുവൻ പറയുന്നത്. ഇച്ഛന്തിയത് സ്പർശജം നിരയേപി നൃണ. ഒരു ജീവന് നരകീയ ജീവിതങ്ങളിൽ പോലും ഈ ഇന്ദ്രിയ തൃപ്തി ലഭിക്കുന്നതാണ്. ആഹാര, നിദ്ര, ഭയമൈഥുനം. ഇതെല്ലാ ജീവികൾക്കും കിട്ടുന്നതാണ്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതര വിശദീകരിക്കുന്നുണ്ട്. പന്നി, പട്ടി ഇങ്ങനെയുള്ള ജീവികൾക്ക് പോലും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് അതെല്ലാം കിട്ടുന്നുണ്ട്. അല്ലെ, ആഹാരം കിട്ടുന്നുണ്ട്, നിദ്ര, ഉറങ്ങാനുള്ള സ്ഥലം കിട്ടുന്നുണ്ട്, ഭയം, സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വീട്, കൂട്, ഇതൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ മൈഥുനം, സ്ത്രീ പുരുഷ ബന്ധം, ഇതും എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്. അവരൊന്നും വലിയ തപസ് ചെയ്തിട്ടോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടോ അല്ലാതെ കിട്ടുന്നത്. അത് എല്ലാ ജീവികൾക്കും ലഭ്യമാണ്. നരകീയ ജീവിതങ്ങളിൽ പോലും അത് ലഭ്യമാണ് എന്നാണ് ഇവിടെ ധ്രുവ മഹാരാജാവ് പറയുന്നത്. ഇച്ഛന്തിയ സ്പർശജം നിരയേപിതൃണ. നിരയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോലും അത് ജീവാത്മാക്കൾക്ക് കിട്ടുന്നതാണ്. അത് ഭഗവാൻ അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയല്ല എന്നാണ് പറയുന്നത്. അല്ലെ, എന്തിനു വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ധ്രുവ മഹാരാജാവ് ബോധ്യപ്പെട്ടു ഭഗവാനെ കണ്ട സമയത്ത്. അതുവരെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാനെ കണ്ട സമയത്ത്, ഭഗവാന്റെ ശംഖ് കൊണ്ട് ശരീരത്തിൽ സ്പർശിച്ച സമയത്ത് ധ്രുവ മഹാരാജാവിന് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ബോധമുണ്ടായി എന്ന് പറയും. ഭഗവാനെ കുറിച്ചും തന്നെ കുറിച്ചും താനും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചെല്ലാം ധ്രുവന് ബോധ്യമുണ്ടായി. ആ പൂർണ്ണ ബോധ്യത്തിലാണ് ഇവിടെ ധ്രുവ മഹാരാജാവ് പറയുന്നത്. താൻ ചിന്തിച്ചത് തന്നെ വിഡ്ഢിത്തരമായി പോയി എന്ന് ധ്രുവ മഹാരാജാവിന് തോന്നി. ബ്രഹ്മാവിന്റെ ലോകത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ലോകം കിട്ടണമെന്നാണ് എന്നാണ് ധ്രുവൻ പ്രാർത്ഥിച്ചത്, എന്നാഗ്രഹിച്ചത്. അത് വലിയൊരു വിഡ്ഢിത്തമായി പോയി എന്ന് ധ്രുവ മഹാരാജാവ് പറയുകയാണ്. കാരണം എന്താണ്? യാൻ നിർവൃതിസ്തനുപ്രതാം തവ പാദപത്മ ധ്യാനാത് ഭവജ്ജന കഥാശ്രവണേന വാസ്യാത് സാ ബ്രഹ്മണി സ്വമഹിമന്യഭിനാഥമാഭൂത് കിം കാന്തകാസിലുളിതാൽ വദതാം വിമാന. ഭഗവാന്റെ ലീലകൾ ശുദ്ധമായിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും ശ്രവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്നും കിട്ടുന്ന അത്രയും ആനന്ദം വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് ധ്രുവന് ബോധ്യമായി. ഭഗവാന്റെ ലീല, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ ശുദ്ധമായിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. അതിനേക്കാൾ ആനന്ദം വേറെ എവിടെ നിന്നും ലഭിക്കുകയില്ല. സാ ബ്രഹ്മണി, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് പോലും, ബ്രഹ്മാനന്ദത്തിൽ നിന്ന് പോലും അത്രയൊരു ആനന്ദം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപം ദർശിക്കുക. ഇത് രണ്ടും ധ്രുവ മഹാരാജാവിന് കിട്ടി. നാരദ മഹർഷിയിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കാനും നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഭഗവാന്റെ രൂപം ദർശിക്കാനും ധ്രുവ മഹാരാജാവിന് സാധിച്ചു. ആ രൂപം ദർശിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിനേക്കാൾ ആനന്ദമായിട്ടൊന്നുമില്ല. മോക്ഷം ലഭിച്ചാൽ പോലും ഇത്രയ്ക്കും ആനന്ദം കിട്ടുന്നില്ല. മോക്ഷം, ബ്രഹ്മണി അല്ലെ, ബ്രഹ്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസിൽ എത്തിയാൽ പോലും, സായുജ്യമുക്തി ലഭിച്ചാൽ പോലും ഇത്രയും ആനന്ദം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ബ്രഹ്മാനന്ദത്തിനേക്കാൾ ഉപരിയാണ് ഭഗവത് ആനന്ദം. ഭഗവാന്റെ ലീലകൾ ശുദ്ധമായിട്ട്
ശുദ്ധഹൃദയത്തോടു കൂടി കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആനന്ദം അത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ. മഹാത്മാനസ്തു മാ പാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത ഭഗവാൻ കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഭക്തന്മാരുടെ ആനന്ദം എന്തിലാണ്? കഥയന്തശ്ച മാം നിത്യം, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലാണ്, ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതിലാണ് അവർക്ക് ഏറ്റവും വലിയ ആനന്ദം കിട്ടുന്നത്. അപ്പൊ ശുദ്ധഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലാണ് ഏറ്റവും വലിയ ആനന്ദമുള്ളത്. അതിനേക്കാൾ ആനന്ദം ബ്രഹ്മാനന്ദത്തിന് പോലും ഇല്ല, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം അതിന്റെ അടുത്ത് വരുന്നില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ധ്രുവൻ ചോദിക്കുന്നത്. കിം ത്വാന്തകാശിൽ ഒളിതാൽ പതതാം വിമാന. അങ്ങനെയുള്ളപ്പോൾ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് എന്ത് പറയാനാണ്? അതെല്ലാം ഈ ഭൗതിക ലോകത്തിനകത്താണ് അല്ലെ. ഭൗതിക ലോകത്തിനെ മുഴുവൻ ഭഗവത്ഗീതയിൽ ഒരു പൊട്ടക്കിണറായിട്ടാണ് പറയുന്നത്. ദുഃഖാലയം അശാശ്വതം. അപ്പം ഈ ഭൗതിക ലോകത്തിനകത്ത് സ്വർഗീയ ലോകം കിട്ടിയാൽ പോലും അതൊന്നും അല്ല എന്നാണ് ധ്രുവ മഹാരാജാവ് പറയുന്നത്. സ്വർഗത്തിനെ ധ്രുവ മഹാരാജാവ് എന്തായിട്ടാണ് പറയുന്നത്? പതതാം വിമാന, താഴോട്ട് വീഴുന്ന ഒരു വിമാനത്തിൽ കയറിയതുപോലെയാണ്. താഴോട്ട് വീഴുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു വിമാനത്തിൽ കയറി പോകുന്നത് പോലെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് അല്ലെ. വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു വിമാനത്തിൽ കയറും? അത്രയ്ക്കും വിഡ്ഢിത്തരമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. കാരണം എന്താണ്? സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ താഴോട്ട് വരുമെന്ന് ഉറപ്പാണ്. ക്ഷീണേ പുണ്യം അർത്തിലോകം വിഷാൻ. പതതാം വിമാന, താഴോട്ട് വീഴുമെന്ന് ഉറപ്പുള്ള ഒരു വിമാനത്തിൽ കയറുന്നത് പോലെയാണ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത്രയും വിഡ്ഢിത്തരമാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് കാമാത്മാന സ്വർഗപരാം ജന്മകർമ്മ ഫലപ്രദാം. എന്താണ്? യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അവിപശ്ചിത വേദവാദരതാപ നാണ്യതസ്ഥിതിവാദിന. അവിപശ്ചിത, ബുദ്ധി ഉറയ്ക്കാത്തവരാണ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ച് പ്രവർത്തിക്കുന്നത്. അവരുടെ ബുദ്ധി ഉറച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വിധികളാണ് എന്ന് പറയും. അന്തവന്ത ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസ. മന്ദബുദ്ധികളാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ധ്രുവ മഹാരാജാവ് പറയുന്നത്. ബ്രഹ്മാനന്ദം പോലും ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ലഭിക്കുന്ന അത്ര ആനന്ദമില്ല ബ്രഹ്മാനന്ദത്തിൽ പോലും എന്ന് ധ്രുവൻ പറയും. ഇപ്പൊ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭക്തന്മാരുടെ ശുദ്ധമായിട്ടുള്ള ഭക്തന്മാരുടെ സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകൾ കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. അതുമല്ലെങ്കിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപം ധ്യാനിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. അതിനേക്കാൾ ഉപരിയായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ മോക്ഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് ധ്രുവ മഹാരാജാവ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് ധ്രുവൻ പറയുന്നുണ്ട്. എന്താണ് തന്റെ ആഗ്രഹം എന്നുള്ള കാര്യം. ഭക്തി മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാത് അനന്ത മഹതാം അമലാശയാനം. എന്താണ് തന്റെ ആഗ്രഹം? തുടർച്ചയായിട്ട് ഇടമുറിയാതെ ഭഗവാന് ഭക്തി ചെയ്യുന്ന ഭക്തന്മാരുടെ സംഘം. ത്വയിമേ പ്രസംഗോ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ സംഘമാണ് എനിക്ക് ആവശ്യം. മഹതാത് അമലാശയാന, മഹതാം ആ മഹത്തുക്കളുടെ, ഭഗവാന്റെ ഭക്തന്മാരെയാണ് മഹത്തുക്കൾ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലും അവരെ മഹാത്മാക്കൾ എന്നാണ് പറയുന്നത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യ മനസ്സോടുകൂടി തുടർച്ചയായിട്ട് ഭഗവാന് സേവനം ചെയ്യുന്ന ജീവാത്മാക്കളെയാണ്, മനുഷ്യരെയാണ് മഹാത്മാവ് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ഇവിടെ ധ്രുവൻ പറയുന്നത് മഹതാം എന്നാണ്. ആ മഹത്തുക്കളുടെ സംഘമാണ്. ത്വയിമേ പ്രസംഗം, അവരുടെ സംഘമാണ് എനിക്ക് ആവശ്യം. കാരണം എന്താണ്? അവരുടെ സംഘമുണ്ടെങ്കിൽ, അവരുടെ സംഘത്തിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ ഭഗവത് ഗുണ കഥാമൃത പാനമ, അങ്ങനെയുള്ള ആ ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ
വളരെ എളുപ്പത്തിൽ ഏന അഞ്ചസ അഞ്ചസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഭവാബ്ദി ഈ ദുഃഖകരമായിട്ടുള്ള ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. ഭവസാഗരം എന്ന് പറയും. ഈ ഭൗതിക ലോകം വലിയ ഒരു വ്യസനം എന്നാണ് പറയുന്നത്. ഉൽബണ ഒരു വ്യസനം. ഏനാഞ്ചസോൽബണ ഒരു വ്യസനം ഭവാബ്ദി. ഉൽബണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള വലിയ ദുഃഖം നൽകുന്നതാണ് ഈ ലോകം എന്നാണ് പറയുന്നത്. മഹാദാവാഗ്നി നിർവാപണം, വലിയ കാട്ടുതീയിൽ പെട്ടുപോയതുപോലെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് പറയും. ആ ഒരു കാട്ടുതീയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് എനിക്ക് പുറത്തു കിടക്കാൻ സാധിക്കും എന്ന് ഇപ്പൊ ധ്രുവ മഹാരാജാവിന് ബോധ്യമായി. എങ്ങനെയാണ്? ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ഭക്തസംഘത്തിൽ ഇരിക്കുക, ഭക്തസംഘത്തിൽ നിന്ന് കേൾക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഭവത് ഗുണകഥാമൃതം, ഭഗവാന്റെ ലീലാമൃതം പാനം ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തു കിടക്കാൻ സാധിക്കും. അങ്ങനെ ധ്രുവ മഹാരാജാവിന് ഉറപ്പായി ഇത് വളരെ ഈസിയാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘത്തിലാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു കിടക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതാണ് എനിക്ക് ആവശ്യം എന്ന് ധ്രുവ മഹാരാജാവ് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘമാണ് എനിക്ക് ആവശ്യമുള്ളത്. എനിക്ക് സ്വർഗലോകമോ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദമോ മോക്ഷപ്രാപ്തിയോ അതൊന്നുമല്ല ആവശ്യം. എന്താണ് ആവശ്യം? ഭഗവാന്റെ സത്സംഗം, ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗം, അവരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കാനുള്ള ഒരു സാഹചര്യം. അതിലൂടെ എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഈ ദുഃഖകരമായിട്ടുള്ള ലോകത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും എന്ന് ധ്രുവ മഹാരാജാവ് പറഞ്ഞു. ഇതാണ് ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഭക്തന്മാരുടെ സത്സംഗം ഉണ്ടാകണം എന്ന് ആണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി വികസിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു കടന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. ആ ഭക്തസംഘത്തിന് വേണ്ടിയിട്ടാണ് ധ്രുവൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നേഷ്യ ഭഗവത് ഗുണ കഥാമൃതപാനമത്ത. ധ്രുവൻ ഇപ്പോൾ ധ്രുവന്റെ മനസ്സിനെ കുറിച്ച് പറയുന്നത്, എന്റെ മനസ്സിപ്പോൾ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാൻ വലിയ ആഗ്രഹത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പത്തിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു കടക്കാനും സാധിക്കും എന്ന് പറയും. ഇപ്പൊ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതി സ്ഥാപിച്ചത് തന്നെ സത്സംഗത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് സത്സംഗം, ഭക്തസംഘം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, ഭഗവാന്റെ സത്സംഗത്തിലിരിക്കുക, ഭഗവാനെ കുറിച്ച് ശ്രവിച്ച് ഭഗവാന്റെ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭക്തി വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ വിശദീകരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന്റെ നിരന്തരം ഭക്തി ചെയ്യുന്ന ഒരു ഭക്തന്റെ സംഘം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും താനെ നശിച്ചു പോകും എന്ന് പറയും. ഭൗതിക ആഗ്രഹങ്ങൾ നമ്മൾക്ക് കൃത്രിമമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. പരം ദൃഷ്ട നിവർത്തത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഉയർന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നമ്മൾക്ക് താഴ്ന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയുള്ളൂ. അല്ലെ? സാധാരണഗതിയിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ ശരീരം, അവരുടെ വീട്, അവരുടെ കുടുംബം, അവരുടെ ബാങ്ക് ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്ന് കേട്ടാൽ മാത്രമേ അവർക്ക് ആ ചിന്തകളിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത്തരം ഭൗതിക ചിന്തകളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് മുക്തി നേടാൻ സാധിക്കും. പിന്നെ അങ്ങനെയുള്ള ചിന്തകളൊന്നും ആ വ്യക്തിയെ അലട്ടുന്നില്ല, ആ ഭൗതിക ഉത്കണ്ഠകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയും.
ഭാഗവതത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ മുക്തസംഗ, ഭൗതികമായിട്ടുള്ള ഉത്കണ്ഠകളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. അല്ലാതെ നമ്മൾക്ക് മുക്തി ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ ധ്രുവൻ പറയുന്നത്. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ ധ്രുവനുണ്ടായിട്ടുള്ള ഒരു അനുഭവം, ധ്രുവന്റെ അനുഭവം നേരിട്ട് ധ്രുവൻ പറയുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അതീന്ദ്രിയമായിട്ടുള്ള രൂപം കാണുന്നത്. രൂപം ഭവിഷ്ടമച്ച ഏ മഹദാദ്യനേകം. ഞാൻ ഇതിന്റെ മുന്നേ ഒരുപാട് രൂപങ്ങൾ കണ്ടിട്ടുണ്ട്, ഭൗതികമായിട്ടുള്ള രൂപങ്ങൾ. അത് ആരുടെയൊക്കെ രൂപങ്ങളാണ്? വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, ദേവന്മാർ, രാക്ഷസന്മാർ, ഇങ്ങനെയൊക്കെ ഉള്ള രൂപം എനിക്കറിയാം. പക്ഷെ ആദ്യമായിട്ടാണ് ഭഗവാന്റെ രൂപം കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനസ്സിന്റെ മാറ്റം വളരെ അധികമാണ്. അങ്ങനെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഭൗതിക ജീവിതത്തിന്റെ അവസാനമായിരിക്കും. പിന്നീട് വീണ്ടും വീണ്ടും ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു സാധാരണ രൂപത്തെ കാണുന്നത് പോലെയല്ല ഭഗവാനെ കാണുന്നത്. ഭഗവാന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് ധ്രുവ മഹാരാജാവിടെ പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ രൂപം ദർശിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല എന്നിവിടെ പറയുന്നു. പക്ഷേ അങ്ങേ ഇപ്പോൾ ദർശിക്കുന്നത് പോലെ പരമോന്നതനെ ഒരിക്കൽ പോലും പരിചയിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാ രീതികളിൽ ഉള്ള സിദ്ധാന്തവൽക്കരണങ്ങൾക്കും അന്ത്യമായിരിക്കും. ഇതുവരെ എനിക്കുണ്ടായിരുന്ന ഊഹാപോഹങ്ങളൊക്കെ തീർന്നു. ഭഗവാനെ കണ്ടപ്പോൾ എനിക്ക് എല്ലാ സത്യവും ബോധ്യപ്പെട്ടു എന്നാണ് ഇവിടെ ധ്രുവൻ പറയുന്നത്. ഇതുവരെ എനിക്ക് പരിചയമുണ്ടായിരുന്നത് മറ്റു പല രൂപങ്ങളുമായിരുന്നു. പക്ഷെ ഭഗവാന്റെ രൂപം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഭഗവാന്റെ രൂപം, ദിവ്യമായിട്ടുള്ള രൂപം ആദ്യമായിട്ടാണ് ദർശിക്കുന്നത് എന്ന് പറയും. ഒരു പ്രാവശ്യം ഭഗവാന്റെ രൂപം ദർശിച്ചാൽ തന്നെ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ രൂപത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ ധ്രുവൻ ഈ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, ഇനിയും ധ്രുവന്റെ സ്തുതി തുടരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം, നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ സുഗതേത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ